ഹലോ എവ്രി വൺ. അപ്പം നമ്മൾ ഇപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ തന്നെ ഏറ്റവും ഫൈനൽ ചാപ്റ്റർ ആയിട്ടുള്ള റീച്ചിങ് ദി ഏജ് ഓഫ് അഡോളസൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് കടന്നിരിക്കുന്നു. അപ്പം ഇത്രയും നാൾ നമ്മൾ എന്താണ് പ്ലാന്റ്സിൻ്റെയും ആനിമൽസിലെയും എങ്ങനെ കൺസേർവ് ചെയ്യാം, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആനിമൽസിൻ്റെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇത്രയും കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇനി ഫൈനലായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ അഡോളസെന്റ് പീരിയഡിലുള്ള നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസും നമ്മുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, സെക്സ് ഡിറ്റർമിനേഷൻ, അങ്ങനെയുള്ള കുറച്ച് ഒരു കുഞ്ഞു 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 ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ ദിസ് ഇസ് മീ അന്ന. നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റുന്നത്? ദുൽഖർ സൽമാനെ കാണാം അല്ലേ. അപ്പം ദുൽഖർ സൽമാന്റെ ചെറുപ്പത്തിലെ ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്, ഇപ്പം എങ്ങനെയാണ് ഇരിക്കുന്നത് അതും കൊടുത്തിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ഡിഫറൻസ്? എന്തായിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്ന ഡിഫറൻസ്? നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? മൊത്തത്തിൽ ആളങ്ങ് മാറി അല്ലേ, വലുതായി, ബോഡിയുടെ ആ ഒരു സ്ട്രക്ചർ മാറി, മീശ വന്നു, അങ്ങനെ ഒത്തിരി അധികം മാറ്റങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇതേപോലെ നിങ്ങളും നിങ്ങളുടെ ബോഡിയിൽ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്കും കുറച്ച് കുറച്ച് ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും അല്ലേ. നിങ്ങൾക്കിപ്പം ഏകദേശം എല്ലാവർക്കും ഒരു 12-13 ഇയേഴ്സ് ഓഫ് ഏജ് ആയിരിക്കും എല്ലാവർക്കും ഉള്ളത് അല്ലേ. അപ്പം പണ്ട് നമ്മൾ കുഞ്ഞിലായിരുന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു 2-3 വർഷം മുന്നേ ഉണ്ടായിരുന്ന നമ്മളും ഇപ്പൊ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഫിസിക്കലിയും ഇന്റേണലിയും നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അഡോളസെന്റ് പീരിയഡ് അല്ലെങ്കിൽ എന്താണ് പ്യൂബർട്ടി എന്നുള്ളത്. സോ പ്യൂബർട്ടി എന്ന് പറയുന്നത് ഒരു 10 മുതൽ 12 വയസ്സ് വരെ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്യൂബർട്ടി എന്ന് പറയുന്നത്. ആ ഒരു ടൈം പീരീഡിനാണ് നമ്മൾ പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അഡോളസെന്റ് പീരീഡിലുള്ള അല്ലെങ്കിൽ അഡോളസെന്റ് ഏജിലുള്ള നമ്മുടെ മാറ്റങ്ങളും പിന്നെ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് എന്തൊക്കെ ആക്ഷനാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം മെയിൽസിൽ നിങ്ങൾ ആണുങ്ങളൊക്കെ സ്വന്തമായിട്ടൊന്ന് ബോഡി ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾക്ക് ബോഡിയിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും അല്ലേ. ഷോൾഡർ ഗെറ്റ്സ് വൈഡർ. ഓക്കെ, ഷോൾഡർ ഗെറ്റ്സ് വൈഡർ അല്ലേ. നമ്മുടെ ഷോൾഡറൊക്കെ നിങ്ങളുടെയൊക്കെ ഷോൾഡർ ഇച്ചിരി കൂടെ വലുതൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറച്ചുകൂടി വൈഡ് ഒക്കെ ആവാൻ തുടങ്ങും അല്ലേ. അതേപോലെ ഫേഷ്യൽ ഹെയർ വരും നിങ്ങൾക്ക് പതിയെ കുറ്റി മീശയൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് താടിയുടെ ഒരു ചെറിയ ഷേപ്പൊക്കെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. സോ ഫേഷ്യൽ ഹെയർ നിങ്ങൾക്ക് കാണാം. പിന്നെ അണ്ടർ ആംസിലും ഹെയർ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ പ്യൂബിക് റീജിയണിൽ ഹെയർ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്ക്, ചെസ്റ്റ് ആൻഡ് ലെഗ് മസിൽസ് ഗെറ്റ് ബിഗർ ആൻഡ് സ്ട്രോങ്ങർ. കുറച്ചും കൂടെ മസിൽസും അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്പോർട്സിലൊക്കെ കുറേ കൂടെ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു പ്രായമാണിത് അല്ലേ. അപ്പം മസിൽസ് എന്താണ് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയി. ഇനി പീനിസ് ഗെറ്റ്സ് ലോങ്ങർ ആൻഡ് വൈഡർ ആൻഡ് ടെസ്റ്റിസ് ഗെറ്റ്സ് ലാർജർ. നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള മാറ്റങ്ങളും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതേസമയം ഇപ്പം നമ്മൾ മെയിൽസിന്റെ കേസാണ് പറഞ്ഞല്ലേ. ഇനി ഫീമെയിൽസിന്റെ കേസ് പറഞ്ഞാലോ. ഫീമെയിൽസിന്റെ കേസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? യെസ്, ഹോൾ ബോഡി ഗെറ്റ്സ് കർവിയർ. കുറച്ചും കൂടി ഒരു ആകൃതി പെണ്ണുങ്ങളുടെ ബോഡിയിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതേപോലെ സ്കിൻ ഗെറ്റ്സ് ഓയിലർ. നിങ്ങൾക്ക് തന്നെ ഇപ്പം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. കുറേ കുരുക്കൾ നിങ്ങളുടെ മുഖത്ത് വരും അല്ലേ. 2 സൈഡിൽ നിറയെ കുറേ കുരുവൊക്കെ വന്ന് ചുമന്നൊക്കെ ഇരിക്കും അല്ലേ. കുറേ കുരു പൊട്ടും, അങ്ങനെ ഒത്തിരി അധികം കുരുക്കൾ നിങ്ങളുടെ മുഖത്ത് വരുന്ന ഒരു പ്രായമാണിത്. അതേപോലെ ബ്രസ്റ്റ് സ്റ്റാർട്ട് ടു ഡെവലപ്പ്. ബ്രസ്റ്റ് നിങ്ങളുടെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് വളരാൻ തുടങ്ങും. അതേപോലെ ഹെയർ അണ്ടർ ദി ആംസ് ആൻഡ് ആംപിറ്റ്സിൽ ഹെയർ വളരാൻ തുടങ്ങും. പ്യൂബിക് ഹെയർസ് വരും. ഹിപ്പ് ബോൺസ് വൈഡർ ആവും. നൗ വെയിറ്റ് ഗെയിൻസ് ഓൺ ഹിപ്സ്. ദെൻ ലെഗ് മസിൽസ് ഗെറ്റ് ബിഗർ ആൻഡ് സ്ട്രോങ്ങർ. സോ ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ ബോത്ത് മെയിൽസിനും ഫീമെയിൽസിനും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു സ്റ്റേജ്, ഈ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ നടക്കുന്ന ഒരു സ്റ്റേജ്, അതിനെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് അഡോളസൻസ്? ഇറ്റ് ഈസ് എ പീരിയഡ് ഓഫ് ലൈഫ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ വായിക്കാൻ പറ്റും, ദിസ് ഇസ് എ പീരിയഡ് ഓഫ് ലൈഫ് വെൻ ദ ബോഡി അണ്ടർഗോസ് ചേഞ്ചസ് ലീഡിങ് ടു റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി. അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ബോഡി എപ്പോഴാണോ റീപ്രൊഡക്റ്റീവായിട്ട് മെച്യൂർ ആവുന്നത്, റീപ്രൊഡക്റ്റീവ് ഫേസിൽ മെച്യൂർ ആവുന്നത്, അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ആ ഒരു പീരിയഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡോളസൻസ് ഏജ് അല്ലെങ്കിൽ അഡോളസൻസ് എന്ന് പറയുന്നത്. ഇത് നോർമലി ഒരു 10 to 19 ഇയേഴ്സ് ഓഫ് ഏജിലാണ് അഡോളസൻസ് ആ ഒരു പീരിയഡ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു പീരിയഡിലുള്ള
ആൾക്കാരെ നമ്മൾ ടീനേജേഴ്സ്, നമ്മളൊക്കെ ടീൻസ് ഒക്കെയാന്ന് പറയാം അല്ലേ. സോ ടീനേജേഴ്സ് ആണ്, നമ്മളൊക്കെ ടീനേജേഴ്സ് കാറ്റഗറിയിൽ വരുന്നവരാണ് അല്ലേ. ഇനി പ്യൂബേർട്ടി, ഈ ഒരു ഫേസിനെയാണ് നമ്മൾ പ്യൂബേർട്ടി എന്ന് പറയുന്നത്. ഈ ഒരു മാറ്റങ്ങളെയാണ് നമ്മൾ പ്യൂബേർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, നൗ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും എന്താണ് എൻ്റെ മുഖത്ത് ഒത്തിരി കുരുക്കളൊക്കെ വരുന്നത് അല്ലേ. അപ്പം അതൊക്കെ നമ്മൾ ഹോർമോൺസിൻ്റെ മാറ്റങ്ങളും നമ്മുടെ ഈ പ്രായത്തിൽ ഉണ്ടാകുന്ന ഒത്തിരിയധികം ഹോർമോൺസ് ഉണ്ട്, ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ മുഖത്ത് ഒത്തിരി കുരുക്കളൊക്കെ വരുന്നത്. ഓക്കെ, സോ ഇതൊക്കെ ഓരോരോ മാറ്റങ്ങളാണ്. അഡോളസൻസ് ഏജിൽ നമ്മുടെ ബോഡിയിൽ വരുന്ന ഒത്തിരി മാറ്റങ്ങളുണ്ട്. ഓക്കെ, അതിലൊന്നാണ് ഈ മുഖത്ത് കുരുക്കൾ വരുന്നത്. അതേപോലെ തന്നെ സോ നമ്മൾ പ്യൂബർട്ടിയിൽ വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പോകാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഒത്തിരി പറയേണ്ട കാര്യം പോലെയില്ല, ബിക്കോസ് യു ആർ എക്സ്പീരിയൻസിങ് ദാറ്റ് നൗ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല അല്ലേ. നൗ അതിലെ ആദ്യത്തെ ഒരു ചേഞ്ച് ആണ് ഇൻക്രീസ് ഇൻ ഹൈറ്റ്. ആ ഒരു പ്രായത്തിൽ പെട്ടെന്ന് നമ്മളങ്ങ് പൊക്കം വെച്ചു പോകും അല്ലേ. നമ്മളെ കാണുന്നവരൊക്കെ അയ്യോ നീ പെട്ടെന്ന് പൊക്കം വെച്ചല്ലോടി, അയ്യോ നീ പെട്ടെന്ന് പൊക്കം വെച്ചല്ലോടാ എന്നൊക്കെ അങ്ങ് പറയും അല്ലേ. അയ്യോ ഈ കുഞ്ഞങ്ങ് ഞാൻ പണ്ട് കണ്ട ആളേ അല്ലെന്നൊക്കെ പറയും അല്ലേ. അപ്പൊ ആ ഒരു പ്രായത്തിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് പൊക്കം വെച്ചു പോകും. ഓക്കെ, അപ്പം അത് ഒരു പ്യൂബർട്ടിയിൽ കാണുന്ന ഒരു ചേഞ്ച് ആണ് പെട്ടെന്ന് പൊക്കം വയ്ക്കുക എന്നുള്ളത്, ഇൻക്രീസ് ഇൻ ഹൈറ്റ്. നൗ അപ്പം നമ്മുടെ ഹൈറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ടോ? അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണ്, ഇനി ഒരു ടേബിൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോയ്സിനും ഗേൾസിനും ഓരോ വയസ്സിൽ, ഓരോ പ്രായത്തിൽ, അതായത് 8 മുതൽ 18 വരെയുള്ള ആ ഒരു പ്രായത്തിൽ ബോയ്സിൽ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കാം വളർച്ച ഉണ്ടാവുക അല്ലെങ്കിൽ ഹൈറ്റ് കൂടുക, ഗേൾസിനും ഈ ഒരു പെർസെൻറ്റിലായിരിക്കാം ഗ്രോത്ത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കാൽക്കുലേഷൻ പറയുന്നത്. സോ ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ഫുൾ ഹൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്തുമാത്രം പൊക്കം വെക്കാം എന്നുള്ള ആ ഒരു അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഇത്. ദാറ്റ് ഈസ് പ്രസന്റ് ഹൈറ്റ്, ദാറ്റ് ഈസ് ഇൻ സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ പെർസെന്റ് ഓഫ് ഫുൾ ഹൈറ്റ് അറ്റ് ദിസ് ഏജ്. ഈ ഒരു ഏജിൽ നമ്മളിവിടെ പറഞ്ഞു അല്ലേ, ഈ ഒരു ഏജിൽ കാണുന്ന പെർസെന്റ് ഓഫ് ഹൈറ്റ് അത് ഇൻറ്റു 100. ഓക്കെ, ഇത് നമ്മുടെ ഒരു മൊത്തത്തിലുള്ളൊരു എന്തോരം പൊക്കം വെക്കാം എന്നുള്ളത് ഒരു അസംഷൻ വേണ്ടിയിട്ട് ഒരു ഫോർമുലയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയേ. A boy is 13 years old. 13 വയസ്സുള്ള ഒരു ആൺകുട്ടി. ഓക്കെ, ആൻഡ് 145 സെന്റിമീറ്റർ ടോൾ. ആ കുട്ടിക്ക് 145 സെന്റിമീറ്റർ പൊക്കമുണ്ട് ആ 13ാമത്തെ വയസ്സിൽ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഗ്രോത്ത് പീരീഡ് ഹി ഈസ് ലൈക്ലി ടു ബി, പുള്ളിക്കാരൻ്റെ ആ കുട്ടിയുടെ ആ വളർച്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അഡോളസന്റ് പീരീഡ് കഴിയുമ്പോൾ ആ കുട്ടിക്ക് എന്തോരം ഹൈറ്റ് വരാം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഈ ഫോർമുല ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, പ്രസന്റ് ഹൈറ്റ് അല്ലെ, ഇപ്പം ആ കുട്ടിയുടെ പ്രസന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, നമ്മൾ പറഞ്ഞു 145 അല്ലേ, 145 ഡിവൈഡഡ് ബൈ പെർസെന്റ് ഓഫ് ഫുൾ ഹൈറ്റ് അറ്റ് ദിസ് ഏജ്. ഈ ഒരു പ്രായത്തിൽ എന്തായിരിക്കാം ആ കുട്ടിയുടെ പ്രസന്റ് ഹൈറ്റ്, അതായത് ഫുൾ ഹൈറ്റ് എന്തുമാത്രം വരാം എന്നുള്ളതാണ്. അതായത് 13 വയസ്സിലാണ് അപ്പം നമ്മൾ നോക്കേണ്ടത് അല്ലേ. 13 വയസ്സിൽ എത്രയാണ്? മെയിൽ അല്ലേ, അപ്പം 88. സോ 145 ഡിവൈഡഡ് ബൈ 88. നൗ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 100. ഓക്കെ, സോ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. സോ ദാറ്റ് ഈസ് 164.7 സെൻറ്റിമീറ്റർ. അപ്പം ഈ ബോയ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം, അതായത് അഡോളസന്റ് പീരീഡ് കഴിയാറാകുമ്പോഴത്തേനും ഹീ ഈസ് ലൈക്ലി ടു ബി ഏകദേശം ഒരു 164.7 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു കുട്ടിയുടെ ടോട്ടൽ ഹൈറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പൊക്കം വെക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പ്യൂബർട്ടിയിൽ കാണുന്ന ചേഞ്ച് ആണ് അല്ലേ. നമ്മൾ എന്തോരം പൊക്കം വെക്കും അത് ജനറ്റിക്കലി ഡിറ്റർമൈൻഡ് ആണോ? എക്സാക്ട്ലി, അതിന് ചെറിയൊരു ജനറ്റിക് റോളും കൂടെ ഉണ്ട്. ഇപ്പം നമ്മുടെ അപ്പയ്ക്കും അമ്മയ്ക്കും ഓക്കെ 2 പേർക്കും ഭയങ്കര ഹൈറ്റ് ആണെന്ന് വിചാരിച്ചോ, അവരുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് ആ ഒരു ഹൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്.
ഓക്കെ, അപ്പം അത് ജനറ്റിക്കലി അവരിൽ രണ്ടുപേരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ട്രേറ്റ് ആണ് ആ കുട്ടിയിലോട്ടും പാസ് ചെയ്തു പോകുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ജനറ്റിക്കലി ഡിറ്റർമൈൻഡ്, ഇറ്റ് ക്യാൻ ബി ജനറ്റിക്കലി ലിങ്ക്ഡ്. ഓക്കെ, ഹൈറ്റ് ജനറ്റിക്കലി ലിങ്ക്ഡ് ആക്കാം. ഓക്കെ, സോ അതാണ് നമ്മൾ പറയുന്നത്. പിന്നെ നൗ അടുത്ത ഒരു പ്യൂബർട്ടിയിൽ വരുന്ന ഒരു ചേഞ്ച് ആണ് ചേഞ്ച് ഇൻ ബോഡി ഷേപ്പ്. നമ്മൾ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ കാണുന്ന ഷേപ്പ് ആണോ കുറച്ചുകൂടെ വലുതായിട്ടൊരു മസ്കുലർ സ്ട്രക്ചർ? അല്ലല്ലോ. ഓക്കെ, അപ്പം ഓരോ പ്രായം കൂടുന്തോറും ആ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ തന്നെ പറഞ്ഞു ഇവിടെ ഷോൾഡർ ഇത്രേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ വലിയ ഷോൾഡറായി, ഷോൾഡർ കൂടി, ഓക്കെ, ഷോൾഡർ കുറച്ചുകൂടെ വൈഡറായി. അപ്പം ആ ഒരു ബോഡി ഷേപ്പ് തന്നെ മാറാനിടയായി. പ്യൂബർട്ടിയിൽ വരുന്ന അടുത്തൊരു ചേഞ്ച് ആണത്. ഓക്കെ, ചേഞ്ച് ഇൻ ബോഡി ഷേപ്പ്. നൗ സോ ബോയ്സിൽ വരുന്ന മാറ്റങ്ങളാണ് ഷോൾഡർ ബ്രോഡൻ ആസ് എ റിസൾട്ട് ഓഫ് ദി ഗ്രോത്ത് ആൻഡ് മസിൽസ് ഓഫ് ദ ബോഡി ഗ്രൂ മോർ പ്രോമിനന്റ്ലി. ഓക്കെ, സോ പെട്ടെന്ന് മസിൽസ് ഒക്കെ ആ ഒരു പ്രായത്തിൽ വളരും. നൗ ഗേൾസിൽ കാണുന്നതാണ് റീജിയൻ ബിലോ ദ വേസ്റ്റ് ബിക്കം വൈഡർ. വേസ്റ്റിന് താഴോട്ടുള്ള ഭാഗം കുറച്ചുകൂടെ വൈഡർ, അപ്പൊ കുറച്ചുകൂടെ കേർവിയർ ഷേപ്പ് ആവും. ഓക്കെ, നൗ അടുത്ത ഒരു പ്യൂബർട്ടിയിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചാണ് വോയിസ് ചേഞ്ച് എന്ന് പറയുന്നത്. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെറിയ വ്യത്യാസമുണ്ട്. ആണുങ്ങൾക്ക് നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാവും അല്ലേ, വോയിസ് ക്രാക്ക് ആവും അല്ലേ, വെള്ളി വീഴാന്നൊക്കെ പറയും. പെട്ടെന്ന് ഇങ്ങനെ നിങ്ങളുടെ സൗണ്ട് ഒക്കെ അങ്ങ് മാറി, പക്ഷേ പഴയ സൗണ്ട് ഇപ്പോഴും ഇടയ്ക്ക് വരുന്നോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ വെള്ളി വീഴുന്ന ഒരു പ്രശ്നം നിങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും. സോ അതെന്ന് പറയുന്നത് നമ്മുടെ പ്യൂബർട്ടിയിൽ വരുന്ന നമ്മുടെ സൗണ്ട് കുറച്ചും കൂടെ ഒരു ഹാർഡർ ടോണിലോട്ട് മാറുന്ന ആ ഒരു സ്റ്റേജ് ആണിത്. ഓക്കെ, അപ്പോൾ വോയിസ് ചേഞ്ച് എന്ന് പറയുന്നത് പ്യൂബർട്ടിയുടെ മറ്റൊരു ചേഞ്ച് ആണ് പ്യൂബർട്ടിയിൽ വരുന്നത്. അതേപോലെ ഗേൾസിന്റെ കേസ് നോക്കിയാൽ കുറച്ചും കൂടെ ഒരു സ്വീറ്റർ ടോൺ ആവും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് വേറൊരു ചേഞ്ച് എന്ന് പറയുന്നത്, പ്യൂബർട്ടിയിൽ കാണുന്ന വേറൊരു ചേഞ്ച്. നൗ എന്താണ് ആഡംസ് ആപ്പിൾ? നിങ്ങൾക്ക് ബോയ്സിനൊക്കെ കുറേ കൂടെ നമ്മുടെ ത്രോട്ട് റീജിയനിൽ ഒരു ചെറിയൊരു പ്രൊട്രൂഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അതെന്താണ് സംഭവം? എന്താണ് ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത്? നമുക്കറിയാം നമ്മുടെ വോയിസ് ബോക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അല്ലേ. നമ്മുടെ വോയിസ് ബോക്സ് നമ്മൾ വളരും തോറും വോയിസ് ബോക്സും അതും അതോടൊപ്പം തന്നെ ഗ്രോ ചെയ്യും. പക്ഷേ അത് ഗേൾസിനും ബോയ്സിനും ഗ്രോ ചെയ്യും. പക്ഷേ കമ്പയർ ടു ഗേൾസ്, ബോയ്സിന് ആ ഒരു ഗ്രോത്ത് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ത്രോട്ടിൽ നിന്ന് കുറച്ചുകൂടെ പ്രൊട്രൂഡ് ആയിട്ട് പുറത്തോട്ട് വരും. അതുകൊണ്ടാണ് അത് നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആവുന്നത്. ഗേൾസിന്റെ കേസിൽ അത്ര പെട്ടെന്ന് വിസിബിൾ അല്ലല്ലോ, പക്ഷെ നിങ്ങൾക്ക് ബോയ്സിന്റെ കേസിൽ ഭയങ്കര പെട്ടെന്ന് വിസിബിൾ ആണ് അല്ലേ. സോ അതിനെയാണ് നമ്മൾ ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത്. നൗ അടുത്ത പ്യൂബർട്ടിയിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ് ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്. നമ്മൾ പെട്ടെന്ന് ആ പ്യൂബർട്ടി ആ ഒരു സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് വേർക്കും അല്ലേ. ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ധാരിയായിട്ട് വേർപ്പ് ഒഴുകി പോകുന്ന കാണാം അല്ലേ. പെട്ടെന്ന് വേർക്കുന്ന ഒരു ശരീരപ്രാകൃതം ആവും. അതേപോലെ സെബേഷ്യസ് ഗ്ലാൻഡും പെട്ടെന്ന് ഈ ഗ്രോ ചെയ്യും ആ ഒരു സമയത്ത്. സോ ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ മുഖത്തൊക്കെ പെട്ടെന്ന് കുരുക്കൾ ആ ഒരു സമയത്ത് ആ ഒരു ഏജിൽ വരുന്നത്. സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പം മുഖം കുറേ കൂടെ ഓയിലി ആവും. ഓക്കെ, അപ്പോൾ ഓയിലി ആവുന്നതുകൊണ്ടാണ് നമ്മുടെ മുഖത്ത് പെട്ടെന്ന് കുരുക്കൾ വരുന്നത്. ഓക്കെ, നൗ അടുത്ത ഒരു ചേഞ്ച് ആണ് ഡെവലപ്മെന്റ് ഓഫ് സെക്സ് ഓർഗൻസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സെക്സ് ഓർഗൻസ് എന്തൊക്കെയാണ്? വി ഹാവ് ഇൻ മെയിൽസിന്റെ കേസിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്. അപ്പം നമ്മുടെ സെക്സ് ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതും ഈ പ്യൂബർട്ടി സമയത്താണ്. നൗ അടുത്ത ഒരു ചേഞ്ച് ആണ് റീച്ചിങ് മെന്റൽ, ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ മെച്ചോറിറ്റി. നമുക്ക് ഈ പ്രായത്തിൽ പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഉണ്ടാക്കും അല്ലേ. നമ്മൾ ആരെങ്കിലും ഒരു കാര്യം കാണത്തില്ല, ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞു, പക്ഷെ പെട്ടെന്ന് നമ്മുടെ മൂഡ് അങ്ങ് മാറും. നമ്മൾ പെട്ടെന്ന് ഒന്നെങ്കിൽ ദേഷ്യം വരും, പെട്ടെന്ന് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ കരയും, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ വെറുതെ ചിരിക്കും അല്ലേ. അപ്പം നമുക്ക് പെട്ടെന്ന് മൂഡ് ചേഞ്ചസ് നന്നായിട്ടുണ്ടാവും. സോ അതൊക്കെ ഈ പ്യൂബർട്ടിയുടെ ആ ഒരു നമ്മുടെ ഹോർമോൺസിന്റെ വ്യത്യാസം കൊണ്ടാണ് ഈ ഒരു കുറെ ഇന്റലക്ച്വൽ ആയിട്ടും അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ മാറുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള സ്ട്രെസ് വരുമ്പോൾ നമ്മൾ ഭയങ്കര ഡൗൺ ആവും. ഇമോഷൻസ് പല ഇമോഷൻസ് നമുക്ക് വരാം. ഡിപ്രഷൻ, ആങ്സൈറ്റി, ഫിയേഴ്സ്, പെട്ടെന്ന് പേടി, അപ്പം അങ്ങനെയുള്ള ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് വരും. സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ്. എന്താണ് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ്? നമ്മൾ ഇപ്പൊ പറഞ്ഞ മാറ്റങ്ങളൊക്കെ ഇല്ലേ, ഇപ്പൊ പറഞ്ഞ കുറേ മാറ്റങ്ങൾ, അപ്പൊ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കൂടെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ.
ഓക്കെ, ആണുങ്ങളുടെ കേസിൽ, മെയിൽസിന്റെ കേസിൽ മീശ വളരുക അല്ലെ, ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് വളരുന്നത്. നോ, ഗേൾസിന്റെ കേസിൽ എന്താണ്, ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന, പ്യൂബിക് ഹെയർ, ആംപിറ്റിലുള്ള ഹെയർ. സോ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, ഈ ഒരു ഹോൾ സെറ്റ് ഓഫ് ചേഞ്ചസ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഈ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് നമ്മുടെ ബോഡിയിൽ വരണമെങ്കിൽ അതിന് പിന്നിൽ കുറച്ച് ഹോർമോൺസിന്റെ ആക്ടിവിറ്റിയും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഹോർമോൺസിന്റെ ആക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ പറയാം. സോ എന്തൊക്കെയാണ് ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്നുള്ളത് നമ്മൾ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ. ബിയർഡ് ആൻഡ് മൗസ്റ്റാഷ്, പിന്നെ ബ്രോഡ് ഷോൾഡർ ആണുങ്ങളുടെ കേസിൽ, അബ്ഡോമിനൽ ഹെയർ, ഡെവലപ്ഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ, മസ്കുലാർ ബോഡി അല്ലേ, ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗേൾസിന്റെ കേസിൽ മാമറി ഗ്ലാൻഡ് ഡെവലപ്പ് ചെയ്യും, എൻലാർജ് പെൽവിക് റീജിയൻ, ഹെയർ ഗ്രോസ് ഇൻ ലോവർ അബ്ഡോമൻ. സോ ഇതൊക്കെ നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഹോർമോൺസ്, എന്തൊക്കെ ഹോർമോൺ കാരണമാണ് ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത്, അതാണ് നമ്മളിവിടെ പറയുന്നത്. സോ നമുക്കറിയാം, ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു റീജിയൻ നമ്മുടെ ബ്രെയിനിലുണ്ട് അല്ലേ. നമ്മുടെ ബ്രെയിനിൽ കുറച്ച് റീജിയൻസ് ഉണ്ട് അല്ലേ. അപ്പൊ അതിൽ വരുന്നതാണ് സെറിബ്രം, സെറിബെല്ലം, ഹൈപ്പോതലാമസ് അല്ലെ, മെഡുല്ല ഒബ്ലോങ്ങേറ്റ, അങ്ങനെ കുറച്ച് റീജിയൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിലൊരു റീജിയൻ ആണ്, ബ്രെയിനിന്റെ ഒരു റീജിയൻ ആണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. സോ ഈ ഹൈപ്പോതലാമസുമായിട്ട് കുറച്ചും കൂടെ ഒന്ന് കണക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇത്തിരി അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഗ്ലാൻഡ് ആണ്, ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒത്തിരി ഹോർമോൺസിന്റെ പ്രൊട്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബോഡിയിലൊക്കെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒത്തിരി ഹോർമോൺസ് നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മുടെ ഹൈപ്പോതലാമസ് ഗൊണാഡോട്രോപിക് റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വഴി, ഗൊണാഡോട്രോപിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വഴി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്റ്റിമുലേറ്റഡ് ആവും. ഓക്കെ, അപ്പൊ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ രണ്ട് ഹോർമോൺസ് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ രണ്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഒന്ന് ലൂട്ടീനൈസിങ് ഹോർമോണും അടുത്തത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഓക്കെ, സോ ഈ രണ്ട് ഹോർമോൺസ് കാരണമാണ് നമ്മുടെ ടെസ്റ്റിസിനും ഓവറിയിൽ നിന്നും നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കാരണമായിട്ടുള്ള ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ലൂട്ടിനൈസിങ് ഹോർമോൺസും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസും ഇപ്പോൾ ഉണ്ടായി നിൽക്കുമല്ലേ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, LH ഹോർമോൺ അല്ലെങ്കിൽ ലൂട്ടിനൈസിങ് ഹോർമോൺ വിൽ ഗോ ആൻഡ് സ്റ്റിമുലേറ്റ് ടെസ്റ്റിസ്, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള ടെസ്റ്റിസിനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഉണ്ടാവുന്ന ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റെറോൺ ഇൻ മെയിൽസ്. നൗ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഫീമെയിൽസിൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് എന്താ ചെയ്യുക, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള ഓവറീനെ സ്റ്റിമുലേറ്റ് ചെയ്യിച്ച് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇവരുടെയൊക്കെ അല്ലെങ്കിൽ ഈ സെറ്റ് ഓഫ് ഹോർമോൺസിന്റെ ഒക്കെ ആക്ടിവിറ്റി കാരണമാണ് നമ്മുടെ ബോഡിയിൽ ഈ പ്യൂബർട്ടിയിൽ ഉണ്ടാകുന്ന സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, എനിക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ബോയ്സിന്റെ കേസിലും പറഞ്ഞു, ഗേൾസിന്റെ കേസിലും പറഞ്ഞു. സോ ദിസ് ഈസ് ഹൗ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആർ ആക്ടിവേറ്റഡ് അല്ലെങ്കിൽ ആർ ഡെവലപ്ഡ് ഇൻ എ ബോഡി, ഇൻ എ ഹ്യൂമൻ ബോഡി. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ടേം ആണ് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത് അല്ലേ. പ്യൂബർട്ടിയിലെ എല്ലാ ഗേൾസും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങളിൽ കൂടെയുള്ള ഒരു 80% ഗേൾസിനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഏകദേശം ഒരു 12-13 ഇയേഴ്സിലൊക്കെയാണ് നമുക്ക് മെൻസ്ട്രുവേഷൻ ആവുക. ഓക്കെ, പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞു വരുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പം മെൻസ്ട്രുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. വാട്ട് ഈസ് മെൻസ്ട്രുവേഷൻ? ദ ഡിസ്ചാർജ് ഓഫ് ബ്ലഡ് ഫ്രം യൂട്രൈൻ വാൾ. നമ്മുടെ യൂട്രൈൻ വാളിൽ നിന്ന്
ബ്ലഡിന്റെയും മ്യൂക്കസിന്റെ ഒക്കെ ഡിസ്ചാർജ് ത്രൂ വജൈന. ഓക്കെ, നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉള്ള ഒരു പാർട്ടാണ്. നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ജസ്റ്റ് ഒന്ന് കാണിക്കുവാണെങ്കിൽ, ഓക്കെ, ഓക്കെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ജസ്റ്റ് ഒന്ന് കാണിക്കുവാണെങ്കിൽ, ഓക്കെ, ദിസ് ഈസ് യൂട്രസ്, ദിസ് ഈസ് ഓവറി, ഇത് ഓവിഡക്റ്റ്. ഓക്കെ, സോ നമ്മുടെ യൂട്രസിൽ നിന്ന് അല്ലെങ്കിൽ യൂട്രൈൻ വാളിൽ നിന്ന് ബ്ലഡും മ്യൂക്കോസൽ ലൈനിങ് അല്ലെങ്കിൽ മ്യൂക്കസും ഷെഡ് ഓഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഡിസ്ചാർജ് ചെയ്യുന്നു. ഇതിലേക്കൂടെ നമ്മുടെ ഓപ്പണിംഗ്, ദാറ്റ് ഈസ് വജൈനയിൽ കൂടെ ബ്ലഡ് ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു 13 years ഓഫ് ഏജ്, 12 to 13 years ഓഫ് ഏജിലൊക്കെയാണ് ഗേൾസിൽ മെൻസ്ട്രേഷൻ ആവുക. ആൻഡ് എങ്ങനെയാണ് ഈ മെൻസ്ട്രേഷൻ വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് മെൻസ്ട്രൽ ബ്ലീഡിങ് നടക്കുക, സോ അത് എന്തുകൊണ്ടാണ് നടക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 28 to 30 days വൺസ് നടക്കുന്ന ഒരു കാര്യമാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെൻസ്ട്രൽ ബ്ലീഡിങ് എന്ന് പറയുന്നത്. കോമൺലി നമ്മൾ പീരിയഡ്സ് ആണെന്നാണ് പറയുക, അല്ലേ? സോ അത് 28 to 30 days ഒരു തവണ നടക്കുന്ന ഒരു കാര്യമാണ് മെൻസ്ട്രൽ ബ്ലീഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം മെൻസ്ട്രേഷൻ്റെ ഇതൊരു സൈക്കിളാണ്. ഓക്കെ, മെൻസ്ട്രൽ സൈക്കിളാണിത്. മെൻസ്ട്രേഷൻ്റെ 1 to ഒരു 6th to 7th day ഒക്കെ വരെ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവാം. അത് കഴിഞ്ഞ് സോ ഇത് എങ്ങനെയാണ് മെൻസ്ട്രേഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ, വി ഹാവ് ഓവറി ഹിയർ, അല്ലേ? നമുക്കിവിടെ ഓവറി ഉണ്ട്. ഈ ഓവറിയിൽ നിന്ന് നമുക്കറിയാം എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വൺസ് ഇൻ എവറി മന്ത്. ഏതെങ്കിലും ഓവറിയിൽ നിന്ന്, ഒന്നെങ്കിൽ റൈറ്റ് ഓവറി ആവാം അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവറി ആവാം, ഏതെങ്കിലും ഒരു ഓവറിയിൽ നിന്ന് എഗ്ഗ് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ എഗ്ഗ് റിലീസ് ചെയ്യുന്ന എഗ്ഗ് ചിലപ്പോൾ സ്പേമുമായിട്ടും കോണ്ടാക്ട് ചെയ്യാം, ഫെർട്ടിലൈസേഷൻ നടക്കാം, പ്രഗ്നൻസിയിൽ റിസൾട്ട് ചെയ്യാം. പക്ഷേ ചിലപ്പോൾ മിക്ക മാസങ്ങളിലും സ്പേമുമായിട്ട് ഫ്യൂഷൻ വരത്തില്ല. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല. അപ്പം നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ യൂട്രസിൽ ഓൾറെഡി അവർക്ക് ഈ യൂട്രസിനൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പ്രഗ്നൻസി ആകുവാണെങ്കിൽ അവരൊരു ബെഡ് അവിടെ പ്രിപ്പയർ ചെയ്ത് വെക്കും. ഓക്കെ, ആ കുഞ്ഞിന് വളരാൻ വേണ്ടിയിട്ട് യൂട്രസ് കുറേ ലെയേഴ്സ് അവിടെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് തിക്ക് വോളാക്കി വെച്ചേക്കുക. നമ്മൾ ബെഡ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ, ഒരു കുഞ്ഞിന് ബെഡ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ. ഓക്കെ, അപ്പോൾ സപ്പോസ് എന്താണ് അവിടെ സംഭവിക്കുക, ഓരോ മെൻസ്ട്രുവൽ സൈക്കിളിലും എഗ്ഗ് റിലീസ് ആവുന്നു, കുഞ്ഞുണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസിയിൽ റിസൾട്ട് ആവുമെന്ന പ്രതീക്ഷയോടെ യൂട്രൈൻ വോള് അവിടെ ബെഡ് പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷേ ആ പ്രാവശ്യം ഫ്യൂഷൻ നടന്നില്ല, ഫെർട്ടിലൈസേഷൻ നടന്നില്ല. അപ്പൊ എന്ത് സംഭവിച്ചു, യൂട്രൈൻ വോൾ ആ ബെഡ് അവിടെ വേണ്ടല്ലോ ഇനി, അല്ലേ? അപ്പൊ അത് തന്നെത്താനത് ഷെഡ് ഓഫ് ചെയ്യും. ആ ഷെഡ് ഓഫ് ചെയ്യുന്നാൽ ബ്ലഡും മ്യൂക്കസ് എല്ലാം തന്നെത്താനെ ഷെഡ് ഓഫ് ചെയ്യും. ആ ഷെഡ് ഓഫ് ചെയ്യുന്നതാണ് മെൻസ്ട്രൽ ബ്ലഡ് ആയിട്ട് നമ്മുടെ വജൈനയിൽ കൂടെ പുറത്തോട്ട് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഹാപ്പൻസ് ഇൻ വൺസ് ഇൻ 28 to 30 days. 28 day സൈക്കിൾ ആവാം, 30 day സൈക്കിൾ ആവാം, 32 day സൈക്കിൾ ആവാം. അപ്പൊ പലർക്കും അത് വ്യത്യാസമുണ്ട്. സോ ഇനീഷ്യൽ പീരീഡിൽ നമുക്ക് പീരിയഡ്സ് ആവുന്ന ആ ഒരു ഇനീഷ്യൽ മന്ത്സിലൊക്കെ ചിലപ്പോൾ ഇറഗുലർ പീരിയഡ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതാരും ഒന്നുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോഴത്തേനും, കുറച്ചുകൂടെ മെച്ചൂരിറ്റി ഒക്കെ എത്തുമ്പോഴത്തേനും റെഗുലർ ആകുന്ന ഒരു കാര്യമാണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ മെൻസ്ട്രുവേഷൻ ഓർ മെൻസ്ട്രുവൽ സൈക്കിൾ വർക്ക്സ്. ഓക്കെ, നൗ ഇനി നമുക്ക് ഹ്യൂമൻസിൻ്റെ കേസിൽ എങ്ങനെയാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ ആ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഹ്യൂമൻസിൻ്റെ കേസിലാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ, സെക്സ് ഡിറ്റർമിനേഷൻ ഹ്യൂമൻസ്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹ്യൂജ് നമ്പർ ഓഫ് സെൽസ്, അല്ലേ? അപ്പം സെല്ലില് ന്യൂക്ലിയസിൽ DNA ഉണ്ടെന്ന് അറിയാലോ, അല്ലേ? അപ്പൊ ഈ DNA എന്ന് പറയുന്ന ക്രോമസോംസ് ആക്കിയിട്ട് കോമ്പാക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ സെല്ലില് വി ഹാവ് 23 pairs ഓഫ് ക്രോമസോംസ്. 23 പെയർ ഓഫ് ക്രോമസോംസ് നമ്മുടെ ഹ്യൂമൻസിലുണ്ട്, സെൽസിൽ. ഓക്കെ, നൗ
ഈ 23 പെയർ ഓഫ് ക്രോമസോംസ് എന്ന് പറയുന്നത് 22 പെയർ ഓഫ് ക്രോമസോംസ് വിൽ ബി ഓട്ടോസോംസ്. ഓട്ടോസോംസും അതിൽ ഒരു പെയർ ഓഫ് ക്രോമസോം എന്ന് പറയുന്നത് സെക്സ് ക്രോമസോമുമാണ്. സോ ഈ സെക്സ് ക്രോമസോമാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓട്ടോസോംസിന്റെ ഫംഗ്ഷൻ എന്നാ? ബാക്കി ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ നടക്കണ്ടേ? അപ്പൊ അതാണ് ഓട്ടോസോംസിന്റെ ഫംഗ്ഷൻ. ഓക്കെ, സോ വി ഹാവ് 23 പെയർസ് ഓഫ് ക്രോമസോംസ് ഇൻ അവർ സെൽ. അതിനകത്ത് 22 പെയർ ഓഫ് ക്രോമസോംസും ഓട്ടോസോംസും ഒരു പെയർ ഓഫ് ക്രോമസോംസ്, അതായത് 2 ക്രോമസോംസ് എന്താണ്? 6 ക്രോമസോം ആണ്. സോ ഈ ഒരു ഒറ്റ പെയർ ഓഫ് ക്രോമസോമിന്റെ ബേസിസിലാണ് ഒരു കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എക്സ് എന്ന് പറയുന്നത് ഫീമെയിൽസിന്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫീമെയിൽസ്. ആൻഡ് XY എന്ന് പറയുന്നത് മെയിൽസിനുമുള്ള ക്രോമസോമൽ ആ ഒരു അറേഞ്ച്മെന്റ് ആണ്. നൗ ഇതിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റ്, ഇതിൽ നിന്ന് വരുന്ന മെയിൽസിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റ് ആണിത്, അല്ലേ? നൗ എക്സും ഫ്യൂസ് ചെയ്താൽ ഇവിടെ എന്താ വരിക? XX അല്ലേ വരുള്ളൂ. ഇനി ഇവിടെ നിന്നുള്ള എക്സും ഇവിടെ നിന്നുള്ള വൈയും കൂടെ ഫ്യൂസ് ചെയ്താലോ XY അല്ലേ വരുള്ളൂ. ഇനി EXും EXും കൂടെ ഫ്യൂസ് ചെയ്താ XX വരും, EXും EX കൂടെ ഫ്യൂസ് ചെയ്താ XY വരും, അല്ലേ? സോ അപ്പൊ ഇത് ഏത് സെക്സിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണിത്? ദിസ് ഇസ് ഫീമെയിൽസ്. നൗ ദിസ് ഇസ് മെയിൽ, ദിസ് ഇസ് ഫീമെയിൽ ആൻഡ് ഇത് മെയിലാണ്. ഓക്കെ, സോ ഈക്വൽ ചാൻസ് ആണ്. ഒരു കുഞ്ഞ് പെണ്ണാണോ ആണാണോ എന്ന് തീരുമാനിക്കാൻ അത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേഴ്സൻറ്റേജ് ഒന്നും നമുക്ക് പറയില്ല. 50% ഒരു ഈക്വൽ ചാൻസസ് ആണ് ഒരു പെണ്ണാവാനും ആണാവാനും. ഓക്കെ, സോ ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈസ് ഇറ്റ് ദി ഒൺലി റെസ്പോൺസിബിലിറ്റി ഒരു കുഞ്ഞ് പെണ്ണാവുക അല്ലെങ്കിൽ ആണാവുക എന്ന് പറയുന്നത് അമ്മ കാരണമാണോ അതോ അച്ഛൻ കാരണമാണോ? എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ അമ്മയുടെ കാരണം കൊണ്ടാണോ, അമ്മയിൽ നിന്ന് കിട്ടുന്ന ക്രോമസോം കൊണ്ടാണോ, ആ അച്ഛനിൽ നിന്ന് കിട്ടുന്ന ക്രോമസോം കൊണ്ടാണോ ആ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നിശ്ചയിക്കുന്നത്? എക്സാക്ട്ലി അത് അച്ഛനിൽ നിന്ന് അല്ലെങ്കിൽ മെയിൽ പാരന്റിൽ നിന്ന് കിട്ടുന്ന ക്രോമസോം കാരണമാണ്. കാരണം അമ്മയ്ക്ക് ആകെ 2 എക്സ് ക്രോമസോമേ ഉള്ളൂ, അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് വേറെ വ്യത്യാസമൊന്നും വരാനില്ല. പക്ഷെ അച്ഛൻ എന്താണ്? ഒരു വൈ ക്രോമസോമാ കിട്ടുക. അച്ഛനിൽ നിന്ന് എക്സ് തന്നെ എടുത്താൽ പെണ്ണേ ആവത്തുള്ളൂ. അച്ഛനിൽ നിന്ന് വൈ വരുമ്പോഴാണ് അവിടെ മെയിൽ വരുന്നത്. അപ്പൊ ആരാ അവിടുത്തെ ഉത്തരവാദി? അച്ഛൻ തന്നെയാണ് ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, അപ്പൊ ഈ ഒരു പടത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. XY XX ഈക്വൽ ചാൻസ് ഓഫ് ബിക്കമിങ് മെയിൽ ആൻഡ് ഫീമെയിൽ. നൗ അപ്പൊ നമ്മളിപ്പം സെക്സ് ക്രോമസോംസ്, സെക്സ് ഹോർമോൺസിന്റെ കാര്യം പറഞ്ഞു, ടെസ്റ്റോസ്റ്ററോൺ പറഞ്ഞു, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എല്ലാം നമ്മൾ പറഞ്ഞു, അല്ലേ? ഇനി സെക്സ് ഹോർമോൺസ് അല്ലാതെ കുറച്ച് ഹോർമോൺസ് ഉണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് ഹോർമോൺസ് മെയിൻ ആയിട്ട് ഒരു 3-4 ഹോർമോൺ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ടെക്സ്റ്റിലും അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നിങ്ങളിപ്പം ഈ ഒരു പ്രായത്തിൽ പഠിക്കാൻ നിൽക്കണ്ട. ഒന്ന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് തൈറോക്സിൻ ഹോർമോൺ. ഈ പറയുന്ന 4 ഹോർമോൺ നിങ്ങൾ പഠിക്കുക. ഓക്കെ, 2 അഡ്രിനാലിൻ ഹോർമോൺ, 3 ഇൻസുലിൻ ഹോർമോൺ ആൻഡ് 4th one is ഗ്രോത്ത് ഹോർമോൺ. ഓക്കെ, ഈ ഒരു 4 സെറ്റ് ഓഫ് ഹോർമോൺസ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് ഈ 4ന്റെയും ഫംഗ്ഷൻ എന്താണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം ഈ ഓരോ ഹോർമോൺസും സ്റ്റിമുലേറ്റഡ് ആവുന്നത് എന്തുകൊണ്ടാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള സ്റ്റിമുലേഷൻ കാരണമാണ് ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തൈറോക്സിൻ ഹോർമോൺ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൽ. ഇവിടെ നിങ്ങൾക്കൊരു തൈറോയിഡ് ഗ്ലാൻഡ് കാണാൻ പറ്റും, അല്ലേ? അപ്പൊ ഈ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നാണ് തൈറോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ തൈറോക്സിൻ ഹോർമോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള അത്യാവശ്യം നടക്കുന്ന ഓൾമോസ്റ്റ് എവറി മെറ്റബോളിസം, മിക്ക മെറ്റബോളിസത്തിലും തൈറോക്സിന് റോളുണ്ട്. നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം, ഒരുപാടധികം മസ്കുലർ ആക്ടിവിറ്റീസ്, സോ ഇതിനൊക്കെ നമ്മുടെ തൈറോക്സിൻ ഹോർമോണിന് പങ്കുണ്ട്. ആൻഡ്
ചിലർ നിങ്ങൾ കാണാൻ പറ്റും തൈറോയിഡ് ആണെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ. അപ്പൊ അവരിലൊക്കെ എന്താ പ്രശ്നം വരിക? തൈറോക്സിൻ ഹോർമോൺ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അവര് ആ തൈറോക്സിൻ ഹോർമോൺ ബോഡിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് എക്സ്റ്റേണലി ടാബ്ലറ്റ് കഴിക്കുക ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നം ചിലർക്കുണ്ട്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് അഡ്രിനാലിൻ. നമ്മൾ പട്ടീനെയൊക്കെ കണ്ടാൽ നമ്മളിപ്പോൾ പെട്ടെന്നൊരു വഴി കൂടെ നടന്നു പോവുക. ഓക്കെ, ഒരു തെരുവ് നായ നമ്മുടെ എതിരെ വരിക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ബോഡി സംഭവിക്കുക? നമ്മൾ പെട്ടെന്നൊന്ന് പേടിക്കും അല്ലേ? തിരികെ ഓടാനായിട്ടുള്ളൊരു ടെൻഡൻസി നമുക്ക് വരും. നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കൂടും, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും അല്ലേ? ഇങ്ങനെയുള്ള ഒത്തിരി അധികം മാറ്റങ്ങൾ നമ്മുടെ ബോഡി സംഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നടക്കുന്നത് ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ സമയത്ത്. ഓക്കെ, സോ ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഈസ് ഓൾസോ കോൾഡ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ എന്ന് പറയും. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ എന്നാണ് അഡ്രിനാലിൻ വേറൊരു രീതിയിൽ നമ്മൾ പറയുക. ഓക്കെ, സോ അഡ്രിനാലിൻ എന്താണ്? നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് വരുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി ഇമോഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ബോഡീനെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് അഡ്രിനാലിൻ ഹോർമോൺ. നൗ അടുത്ത ഹോർമോണാണ് ഇൻസുലിൻ. ഓക്കെ, സോ എന്തായിരിക്കും ഇൻസുലിൻ്റെ ഫംഗ്ഷൻ? നമ്മുടെ അപ്പച്ചമാരും അമ്മച്ചമാരും ഒക്കെ ചിലപ്പം അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് തന്നെ ചിലപ്പോൾ ഇൻസുലിൻ ഹോർമോൺ കുത്തിവെക്കുക അല്ലെങ്കിൽ ഷുഗർ താന്നിട്ട് ഷുഗറിൻ്റെ ടാബ്ലറ്റ്സ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അതെന്താണ് ആ സംഭവം? വാസ്തവത്തിൽ അവിടെ എന്താ നടക്കുന്നത്? ഇൻസുലിൻ ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യും. നമ്മുടെ ബോഡിയിൽ ഷുഗർ ലെവൽ കൂടിപ്പോയാൽ നമുക്ക് പ്രശ്നമാണ്. ഓക്കെ, സോ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്നുള്ളതാണ് ഇൻസുലിൻ ഹോർമോൺ ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡിയിലുള്ള എക്സസ് ഷുഗറിനെ ഇൻസുലിൻ ഹോർമോൺ എടുത്ത് കീപ്പ് ചെയ്യുവാണ് ചെയ്യുക. ഓക്കെ, സോ ആ ഇൻസുലിൻ ഹോർമോൺ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഷുഗർ ഇങ്ങനെ കൂടുന്നത്. ഓക്കെ, അപ്പം ഷുഗർ കൂടുമ്പോഴത്തേനും എന്താണ്, നമുക്ക് ബാക്കി ഒത്തിരി പ്രശ്നങ്ങൾ വരും. സോ അപ്പോൾ അതുകൊണ്ടാണ് ഇൻസുലിൻ ഹോർമോൺ നമ്മുടെ പുറത്തുനിന്ന് നമ്മൾ ടാബ്ലറ്റ് ആയിട്ടോ ഇഞ്ചക്ഷൻ ആയിട്ടോ എടുക്കുന്നത്. അത് വർക്ക് ചെയ്യിപ്പിക്കണം, നമ്മുടെ ബോഡിയുടെ ഷുഗർ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓക്കെ, അപ്പം അതാണ് ഇൻസുലിൻ്റെ പ്രത്യേകത. ആൻഡ് ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻക്രിയാസിൽ നിന്നാണ്. പാൻക്രിയാസ് എന്ന് പറയുന്ന ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ. പാൻക്രിയാസ് എന്ന് പറയുന്ന ആ ഒരു ഗ്ലാൻഡിൽ നിന്നാണ് ഇൻസുലിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നൗ ദ നെക്സ്റ്റ് ഹോർമോൺ ഈസ് ഗ്രോത്ത് ഹോർമോൺസ്. നമ്മുടെ ബോഡി പൊക്കം വെക്കുക അല്ലേ, നമ്മുടെ ബോഡിയുടെ മൊത്തത്തിലുള്ള ഒരു ഗ്രോത്ത് അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സെറ്റ് ഓഫ് ഹോർമോൺസ് നിങ്ങൾ മറക്കാതിരിക്കുക, കേട്ടല്ലോ. അപ്പം അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇത്രയും നേരവും പറഞ്ഞത് എന്താണ്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഫെർട്ടിലൈസേഷൻ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മുടെ ഫ്രോഗിൻ്റെ കേസ് എടുത്താൽ ഫ്രോഗിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസും ഹ്യൂമൻസുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ കേസിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇൻറ്റേർണലിയാണ് നടക്കുന്നത്. പക്ഷേ ഫ്രോഗ്സിൻ്റെ കേസിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എക്സ്റ്റേർണലി ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ്റ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ് ഫ്രോഗ്സിൽ നടക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ അഡൾട്ട് ഫ്രോഗ് ആണ് അല്ലേ. ഈ അഡൾട്ട് ഫ്രോഗ് എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് ഫീമെയിൽ ഫ്രോഗ്. എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ എഗ്ഗ് എങ്ങോട്ടേക്ക് അവർ റിലീസ് ചെയ്യുന്നത്? വെള്ളത്തിലോട്ടാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എഗ്സ് വെള്ളത്തിൽ റിലീസ് ചെയ്തു, സ്പേമുമായിട്ട് കോണ്ടാക്റ്റ് വന്നു, അപ്പോൾ സൈഗോട്ട് ഉണ്ടായി. ഈ സൈഗോട്ടിൽ നിന്ന് ഡിവിഷൻ നടന്നിട്ട് എംബ്രിയോ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വന്നു. അതിൽ നിന്ന് ടാഡ്പോൾ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് മാറി. ടാഡ്പോൾ എന്താണ്? മാക്രി കുഞ്ഞുങ്ങൾ നമ്മൾ പറയാം അല്ലേ. അപ്പം ലാർവൽ സ്റ്റേജ് ആണ്, ഫ്രോഗിൻ്റെ ഒക്കെ ഒരു ലാർവൽ സ്റ്റേജ് ആണ് ടാഡ്പോൾ എന്ന് പറയുന്നത്. ടാഡ്പോളിന് 2 കാലുണ്ടായി, 4 കാലുണ്ടായി, ഫൈനലി അതൊരു അഡൾട്ട് ഫ്രോഗായിട്ട് മാറി. അപ്പോൾ ഇങ്ങനൊരു മെറ്റാമോർഫോസിസ് ആണ് നമ്മുടെ ഫ്രോഗിൽ നടക്കുക അല്ലേ. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഫ്രം ലാർവൽ സ്റ്റേജ് ടു അഡൾട്ട് ഫ്രോഗ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. ഇത് ബട്ടർഫ്ലൈസ്, കാറ്റർപില്ലേഴ്സിൻ്റെ കേസിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. നമ്മൾ മൊത്തത്തിൽ എക്സാമിന് മുന്നേ ഒന്ന് ഓടിച്ചു നോക്കാൻ പറ്റിയ ഒരു ക്ലാസ്സാണിത്. അപ്പം എല്ലാവരും എക്സാമിന് നന്നായിട്ട് പഠിക്കുക, ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. നിങ്ങൾ ചാപ്റ്ററൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ബ്രീഫായിട്ട് നിങ്ങൾക്കൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പം മൊത്തം ഒരു പോർഷൻ നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം സോ സ്റ്റേ ട്യൂൺഡ്, ടേക്ക് കെയർ, ബൈ.
Manorama Horizon. Learning made simple.